ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ ഇന്ന് നമ്മുടെ 2025 അവസാനത്തെ ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ അതേ രാവിലെ എണീറ്റ് ചെറുതായിട്ടൊന്ന് ഫ്രഷായി. എനിക്കപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരം വരാറുള്ള ഡോക്ടർ ലാൽ പാത്ത് ലാബിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബ്ലഡും ഒക്കെ കൊടുത്തതിന് ശേഷം വീട്ടിൽ വന്നു കേട്ടോ. അപ്പോഴേക്കും അമ്മ അപ്പവും പാലുമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം പിന്നെ വെറുതേക്ക് ഇരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അപ്പവും പാലും. നിങ്ങളുടെ അവിടെ ഉണ്ടാക്കാറുണ്ടോ? പിന്നെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ പുറത്ത് വന്ന് വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അത് തന്നെയാണ് പ്രത്യേകിച്ച് എപ്പോഴുള്ളത്, വെറുതെ ഇരിക്കാം. അത് കഴിഞ്ഞത് രണ്ടാമത് ഫുഡ് കഴിച്ച് 1.5 മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും ലാബിൽ വന്നിട്ടുണ്ട്. വീണ്ടും കുത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ അവിടെ കുറച്ചേരം ഇരിക്കാൻ പറഞ്ഞു അവിടുത്തെ ചേച്ചി. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും വാട്ടർമെലൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാട്ടർമെലൻ ജ്യൂസ് ആക്കണ്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ എൻ്റെ ചാനലൊന്ന് നോക്കണേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ തണ്ണിമത്തൻ നമ്മൾ സാധാരണ ജ്യൂസ് ആക്കണ പോലെ പഞ്ചസാര വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ടിട്ട് പിന്നെ അതിൽ പാലും പിന്നെ ചിയാസൂടും കൂടി ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. അത് ഞാൻ കുറച്ചിനും ഫ്രിഡ്ജിൽ വെച്ച് നേരെ തണുപ്പോടെ കഴിക്കട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ. ശരിക്കും പാലും തണ്ണിമത്തനും അങ്ങനെ അത്രയ്ക്ക് നല്ലതൊന്നല്ലെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർ ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് ശരിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും ഡ്രസ്സൊക്കെ മാറി വന്ന് പുറത്ത് പിന്നെ ഇങ്ങനെ വെറുതെ എന്തൊക്കെയോ ആലോചിച്ചും വെറുതെ ഇങ്ങനെ സമയം പോകാൻ വേണ്ടി വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അച്ഛനും അമ്മയും പിള്ളേരുമായിട്ട് നമ്മുടെ ബാങ്കിൽ നിന്നൊക്കെ വർഷാവസാനമൊക്കെ ആകുമ്പോൾ ലാഭവിഹിതം കൊടുക്കുമല്ലോ. എപ്പോഴും കാശാണ് കൊടുക്കാറ്, 100 രൂപ എന്തോ. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ പൊൻകതിരിൻ്റെ 1 കിലോ ഇതിൻ്റെ പൊടി വെച്ചാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയിട്ട് വരാണ്. അപ്പോൾ അമ്മ വരുമ്പോൾ തന്നെ പോയ വിശേഷം പറയാൻ കേട്ടോ എന്നോട്. അജു ഭയങ്കര കരച്ചിലാണ്. അജുവിൻ്റെ വിചാരം പുറത്തിറങ്ങുന്നത് ജ്യൂസും കോലുമിട്ടായും വാങ്ങാൻ വേണ്ടിയിട്ടാണെന്നാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവൻ കുറേ നേരം കരഞ്ഞു. പിന്നെ കുറച്ച് നേരം കരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോൾ എനിക്ക് ദാഹിച്ചിട്ട് വയ്യായിരുന്നു. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ ശരിയാക്കി വെച്ച സാധനം അവന്മാർക്കും അതായത് പിള്ളേർക്കൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ അമ്മക്കും കൊടുത്തു. ഞാനും ഇരുന്ന് കഴിക്കാം കേട്ടോ. ഈ കഴിക്കണേൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വർത്താനവും കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ഞാൻ കുറച്ച് നേരം വീണ്ടും റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഞാൻ ഓജോ ബോർഡ് എന്ന് പറഞ്ഞ ബുക്കാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഈ ബുക്കൊക്കെ വായിച്ച് കിടന്നപ്പോഴൊക്കെയാണ് അമ്മ മുന്തിരി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, അത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആദ്യം ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിന് ശേഷം പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടോ. അതൊന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകണത് രാമൻകുട്ടനാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അതായത് വലിയ കറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പാത്രങ്ങൾ അവന് കൊടുക്കാറുണ്ട് നമ്മൾ കഴുകാൻ വേണ്ടി. വെള്ളത്തിൽ കഴുകണതുകൊണ്ട് കൊച്ചിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇട്ട് പിന്നെ ഇതിലിത്തിരി ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഇതിനെ സ്കിപ്പ് ചെയ്തു പോയെന്ന് തോന്നുന്നു. പിന്നെ അതിന് ശേഷം അതൊന്ന് മൂത്തിട്ട് നമ്മൾ മുന്തിരി ഇട്ടോ. ഇത് കുരുവില്ലാത്ത മറ്റേ വെള്ള മുന്തിരിയാണ് കേട്ടോ. നല്ല പുളിയായതുകൊണ്ടാണ് ഈ മുന്തിരി നമ്മൾ അച്ചാർ ഇട്ടത് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. നമുക്ക് ഡ്രൈ ആയിട്ട് മതിയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ലൂസായിട്ട് അത് വെള്ളം പോലെ വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മുന്തിരിയിൽ തന്നെ നമുക്ക് ഓൾറെഡി വെള്ളം ഇറങ്ങും. പിന്നെ ഞാൻ വീണ്ടും ബുക്ക് എടുത്ത് വായിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ മേത്ത് കയറി ഇങ്ങനെ മറിഞ്ഞ് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കരഞ്ഞി. അവനിപ്പോൾ ഫോൺ വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും കൊടുക്കാറില്ല, ചില സമയത്ത് പിന്നെ ഭയങ്കര വാശിയാണ്. പിന്നെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാനിടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. യൂട്യൂബ് കിഡ് വെച്ച് കൊടുക്കും. അങ്ങനെ അത്യാവശ്യം നല്ലപോലെ തിളച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചൊറുക്ക് ഒഴിക്കണം കേട്ടോ അവസാനം ഒരിത്തിരി. ആ ഒരു പാട്ട് ഞാൻ മിസ് ചെയ്തു പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എനിക്ക് ചെറുപയർ മുളപ്പിച്ച പായസമാണ് കേട്ടോ ഇതും. അതുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാനങ്ങനെ ചോറും കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് വയറ് നിറക്കലാണ് എൻ്റെ പ്രധാന പരിപാടി. എനിക്ക് ചോറ് കഴിക്കണം എന്തോ ഇഷ്ടമല്ല. വല്ലപ്പോഴാണ് ഞാൻ ചോറ് കഴിക്കണത് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാർ നല്ല സെറ്റായിട്ട് നല്ല കൂറിക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ശർക്കരപ്പാനി ഒഴിച്ചായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ അത് ശർക്കരപ്പാനി ഒഴിക്കാൻ മറക്കരുത്. ശർക്കരപ്പാനിയും കൂടി ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ കൂടി നല്ലൊരു മിക്സായി നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറേ നേരം ഇരുന്നതിന് ശേഷം ഉണ്ടോ കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ടേസ്റ്റ് ചെയ്യണത് നിങ്ങളെ കാണിക്കണം. ഇത് ഒരു 5-6 തവണ ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ.
പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ ഇനി കുറേ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിയുമ്പോഴാണ് ഒരു വൈകുന്നേരം ആകുമ്പോഴാണ് എന്നിൽ ജോലിക്കാരി ഉണരുള്ളൂ. എനിക്കെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്താ വീട്ടിലാകുമ്പോൾ പേരടിക്കണം, പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും 2 റൂമിലും, അതൊക്കെ കൊട്ടി വിരിക്കണം. പിന്നെ കുറച്ച് തുണി പിള്ളേരുടെ മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. പിന്നെ അപ്പോൾ അതേപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ വൈകുന്നേരം ആകുമ്പോഴേ ഞാൻ കൊട്ടി വിരിക്കാറുള്ളൂ. കാരണം പിള്ളേരുള്ളതുകൊണ്ട് രാവിലെ ഇനി കൊട്ടി വിരിച്ചാൽ അവന്മാരപ്പം തന്നെ അതൊക്കെ എടുത്ത് ശരിയാക്കും. പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം. 2 തവണ ചെയ്യുന്നതിൽ നല്ലത് 1 തവണയൊക്കെ ചെയ്യുന്നതല്ലേ എന്നോർത്ത് ഞാൻ 1 തവണ ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ താഴത്തെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഞാനും പിള്ളേരും കൂടി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പൊടി മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കൽ ഞങ്ങൾക്ക് ഉള്ളതാണ്. ഈ ഒരു വൈകുന്നേരം ആകുമ്പോൾ ക്ലൈമറ്റ് നല്ല അടിപൊളിയാണ് ഇവിടെ. എന്താ പറയുക, ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അത് നല്ല രസമാണ്. അപ്പോൾ ഇവിടെ കുറേ അടക്കയൊക്കെ ഇങ്ങനെ ഉടക്കാൻ വേണ്ടി ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിറച്ച് ഇലയും കറപോലയും കാര്യങ്ങളൊക്കെ മുകളിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിലൊക്കെ നിറച്ച് അഴുക്കാവുമായിരുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അപ്പുറം തന്നെ തോടുണ്ട്. ഈ സമയമാകുമ്പോൾ വഞ്ചിക്കാരൊക്കെ പോകും. അപ്പോൾ പിള്ളേർക്ക് അതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന്മാർ പിന്നെ ഈ അടക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞും ബോള് പോലെയൊക്കെ എറിഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും അവിടെ കിടന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഷോ ഓഫൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഈ മരം കണ്ടിട്ടുണ്ടോ, ഇതാണ് കാരക്ക മരം കേട്ടോ. ഇത് ഉപ്പിലിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ പഴുത്ത് നല്ല ഇതായിട്ട് താഴെ വീഴാറുണ്ട്, അതും നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ഉപ്പും കൂട്ടിയൊക്കെ കഴിക്കാം. കാരക്കയെന്നാണ് കേട്ടോ എൻ്റെ മരത്തിൻ്റെ പേര്. നിങ്ങളുടെ അവിടെ ഇതുണ്ടോ, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്താ, അങ്ങനെ കാരക്കൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്താണ്. വീണ്ടും ഞങ്ങളിത് ഇങ്ങനെ ഓരോ കളിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിള്ളേരിങ്ങനെ ഓരോന്നൊക്കെ കളിച്ചു, ഞാനവിടെ വെറുതെ ഇതൊക്കെ നോക്കി നിന്നു. അങ്ങനെ വെറുതെ ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തതിന് ശേഷം വൈകുന്നേരമായി. അപ്പോൾ അച്ഛനും അമ്മയും താഴെ ഉണ്ട്. അമ്മ കുടുംബശ്രീക്കൊക്കെ പോയി വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഞാനും പിള്ളേരും മാത്രം ഒറ്റയ്ക്ക് ഉണ്ടായുള്ളൂ. പിന്നെ പതിവ് പോലെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു. അതിന് അച്ഛൻ കോളിഫ്ലവറിൻ്റെ ബജ്ജി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് വർത്തമാനം പറഞ്ഞിരുന്നു. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ മുന്തിരിയുടെ അച്ചാറും കഞ്ഞിയും കൂടിയൊക്കെ കഴിച്ചിട്ടോ. പക്ഷേ ആ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.